CMന് ഇതിൻ്റെ ഇഷ്യൂ നല്ലതായിട്ട് മനസ്സിലാവും തോന്നി. അപ്പോൾ കോളേജ് അഡ്മിഷൻ ഇത് ബാധിക്കുന്നതുകൊണ്ട് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എഴുതിയതാണ്. എല്ലാവരും തന്നെ നല്ല സ്ട്രെസ്സായിട്ടിരിക്കുവാണിപ്പോൾ. CBSE +2 റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ തേടിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിനൊപ്പം അദ്ദേഹം ഒരു നിവേദനം കൂടി ഉൾപ്പെടുത്തിയിരുന്നു. കോട്ടയം തുരുത്തി സ്വദേശിനിയും തെങ്ങണ ഗുഡ്ഷപ്പേട് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയുമായിട്ടുള്ള PM ഗായത്രി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് മുഖ്യമന്ത്രി തൻ്റെ കത്തിനൊപ്പം കേന്ദ്രമന്ത്രിക്ക് കൈമാറിയത്. ഈ നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകിയ ഗായത്രി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ +2 റീവാലുവേഷന് നൽകേണ്ട സമയത്ത് സൈറ്റിൽ നേരിട്ട പ്രശ്നങ്ങളും ഇതുമൂലം വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഗായത്രി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തിയായിട്ടുള്ള മനു നമ്പൂതിരിയുടെ മകൾ കൂടിയാണ് ഗായത്രി. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ആയപ്പോൾ ഇത്തരത്തിലൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകാൻ നമ്മൾ തീരുമാനിച്ചല്ലേ? എല്ലാവർക്കും തന്നെ ഈ CBSE +2 പരീക്ഷ കൊണ്ട് കുറേ കുഴപ്പങ്ങളുണ്ടായി. ഒന്നാമത്തെ കാര്യം തന്നെ മാർക്കിൻ്റെ ഒരു ഡിക്രീസ് ആയിരുന്നു. നല്ല പ്രതീക്ഷയെക്കാളും നല്ല കുറഞ്ഞ മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് റീവാലുവേഷൻ എന്നൊരു പ്രോസസ്സ് നിൽക്കുമ്പോഴാണ് റീവാലുവേഷൻ്റെ സൈറ്റുകൾക്ക് ഈ കുഴപ്പം വരുന്നത്. അപ്പോൾ സൈറ്റ് കുഴപ്പം വന്നു. എല്ലാവർക്കും തന്നെ കുഴപ്പം വന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ റീവാലുവേഷൻ പ്രോസസ്സിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണേലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ വെബ്സൈറ്റിനൊരു മാറ്റവും വരുന്നില്ലായിരുന്നു. വെബ്സൈറ്റിൽ പ്രശ്നങ്ങളായിരുന്നു, എറർ കാണിക്കുമായിരുന്നു. ക്യാപ്ചയ്ക്കായിരുന്നു ആദ്യം കുഴപ്പം. അത് കഴിഞ്ഞ് പിന്നെ പേയ്മെൻറ്റിൻ്റെ മെത്തേഡിനൊരു കുഴപ്പം വരുന്നുണ്ടായിരുന്നു. കുറേ പേർക്ക് പേയ്മെൻറ്റ് കാണിക്കുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. പേ ചെയ്യേണ്ട എമൗണ്ടിനേക്കാളും കൂടുതലായിട്ട് കാണിക്കുമായിരുന്നു. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വെച്ചാണ് ഞാൻ ലെറ്റർ എഴുതുന്നത് തന്നെ. അപ്പോൾ എല്ലാവർക്കും തന്നെ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മാർക്ക് കുറഞ്ഞൊരു പ്രശ്നവും പിന്നെ കോളേജ് അഡ്മിഷൻ ഇത് ബാധിക്കുന്നതുകൊണ്ട് ഇതൊരു വലിയൊരു ഇഷ്യൂ ആണെന്ന് തോന്നി. അപ്പോൾ ഞാൻ എഴുതിയതാണ്. മൊത്തത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്, വലിയ മാനസിക സംഘർഷമാണ് നേരിടേണ്ടി വന്നല്ലേ? അതെ, എല്ലാവരും തന്നെ നല്ല സ്ട്രെസ്സായിട്ടിരിക്കുവാണിപ്പോൾ. ഈ ഒരു റീവാലുവേഷൻ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതണം. അപ്പോൾ അവർ ഈ ഒരു റീവാലുവേഷൻ്റെ സ്ട്രെസ്സും യൂണിവേഴ്സിറ്റി എക്സാം അങ്ങനെ പോയി എഴുതുമ്പോൾ തന്നെ ഒരു പക്ഷേ അവരുടെ പെർഫോമൻസിന് കുഴപ്പം വരാം. അപ്പോൾ അത് നോക്കിയാണ് ഞാൻ എഴുതുന്നതും. അപ്പോൾ സ്കൂളുകാർക്ക് തന്നെ ആണെങ്കിലും ആ ഒരു കുഴപ്പം വരാം ഈ ഒരു റിസൾട്ടിനെ സംബന്ധിച്ച്. നമ്മൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? CMന് ഇതിൻ്റെ ഇഷ്യൂ നല്ലതായിട്ട് മനസ്സിലാവും തോന്നി. അപ്പോൾ CM തന്നെ പറയുമ്പോൾ അതിന് നല്ല ഒരു എഫക്റ്റ് വരും തോന്നി ഈ ഇഷ്യൂവിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. അതെങ്ങനെയാണ്? അദ്ദേഹത്തിന് പരാതി മെയിൽ അയക്കുകയായിരുന്നോ? അല്ല, ഞാൻ എഴുതുമായിരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു? അച്ഛനാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകുമ്പോഴും അത് അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക് കൈമാറും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? അതായിരുന്നു വേണ്ടേ എന്ന് തോന്നിയായിരുന്നു. അങ്ങനെ വരുമെന്ന് എനിക്ക് ഉറപ്പിക്കാനൊന്നും പറ്റിയില്ല, ചിന്തിച്ചില്ല. ഇല്ല. എന്താണെങ്കിലും ഈ പരാതി കേന്ദ്രമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. താങ്കളുടെ ആവശ്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും പരിഹരിക്കാനുണ്ട്. കുറേ പേരുടെ തന്നെ കുഴപ്പമുണ്ട്. ആൻസർ ഷീറ്റ് കിട്ടാത്ത കുറേ പേരുണ്ട്. പിന്നെ കുറേ പേര് 2 പ്രാവശ്യം പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ സമയം പോകുന്നത് നമുക്ക് തിരിച്ചത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെയും കൂടെ കുഴപ്പങ്ങളുണ്ട് എന്ന് വയ്ക്കുന്നു. ഇപ്പോൾ OSM ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ തുള്ളിയും കൂടെ സിസ്റ്റമാറ്റിക് ആക്കാമായിരുന്നു എന്ന് തോന്നി. തുള്ളിയും കൂടെ സമയമെടുത്ത് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി ട്രെയിൻ ചെയ്യിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കായിരുന്നു എന്ന് തോന്നിയായിരുന്നു. എന്താണെങ്കിലും നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതെ, ഞാനൊരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ്, എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയാണ് ഞാൻ അയച്ചത്. അപ്പോൾ ഇത്രയും ഇതായിട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റിസ് വേണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രി അത് കേന്ദ്രമന്ത്രിക്ക് ആ കത്ത് കൈമാറിയതിലുള്ള സന്തോഷമുണ്ട്. ഉണ്ട്. ഈ ഇഷ്യൂ ഒന്നുമില്ലെങ്കിലും ആൾക്കാർ അറിയുന്നുമുണ്ട് ഈ ലെറ്ററിൽ കൂടെ. അതിലെനിക്ക് സന്തോഷമുണ്ട്. എന്താണെങ്കിലും മോളുടെ പരാതിയിൽ അല്ലെങ്കിൽ ആ അപേക്ഷയിൽ നടപടികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. അതെ, വിശ്വസിക്കുന്നു. CBSE +2 ഫലം വന്നതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗായത്രി മുഖ്യമന്ത്രി VD സതീശന് പരാതി നൽകുന്നത്. അദ്ദേഹം അത് കേന്ദ്രമന്ത്രിക്ക് അദ്ദേഹം നൽകിയ കത്തിനൊപ്പം തന്നെ ഗായത്രി നൽകിയ പരാതി കൂടി കൈമാറുകയായിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായൊരു ഇടപെടൽ ഉണ്ടാകും. CBSE വിദ്യാർത്ഥികളുടെ ആശങ്കയ്ക്ക് അവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഗായത്രി കാത്തിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.